എവിടെ? ആരും ഇല്ലടാ. മിന്നൽ മുരളി നവാബ് നിങ്ങൾ രണ്ടേ ഉള്ളായിരുന്നാ? ഇപ്പോൾ എടുത്ത കാറിൻ്റെ താഴെ ഉണ്ടായിരുന്നു. മിന്നൽ മുരളി വാണ്ട് ബിക്കം ഫ്രണ്ട്സ്. എടാ ഇതിൽ ഫ്രണ്ട്സിന് ലിമിറ്റ് ഉണ്ടാ ഗൈസ്? റെഡ് ഫോക്സേ പറ മുരളി, അല്ല മിന്നൽ മുരളി പറഞ്ഞോ മുരളി, പറഞ്ഞോ. നിങ്ങളെവിടെ? ബസ്സിൽ വരാമോ എന്നാ? എടാ അത് എൻ്റെ മീറ്റ് അല്ല കേട്ടാ, അവന്മാർ വൈറ്റിയാണോ? എടാ പിന്നെ വൈറ്റി അല്ല പിന്നെ വേറെ ആരും? ഓ വൈറ്റിയാണോ? യൂട്യൂബർ ആണ്ട്രാ മുത്തേ. ഓക്കെ വരാം. ഇതാര്? ബാബേ എൻ്റെ മുത്തേ നീ വന്നല്ല. വിട്ടോ. ഇത് നവാബാണാ? ഇത് മറ്റവൻ അവനാണാ? ഡ്രാഗൻ അല്ലേ ഇത്? അല്ല നവാബ് എന്താ ചോദിച്ചേക്കണ്? ഓക്കെ നവാബ് തന്നെ പക്ഷേ ഡ്രാഗൻ എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമ്മൾ ഡ്രാഗൻ ബൈറ്റാണ് വിചാരിച്ച്. ബ്രോ 158 കാർ തരും. അവിടെ നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാറില്ല ബ്രോ. എനിക്കിഷ്ടമുള്ള കാറാണ്. ഓക്കെ. ഗായ്സ് ഞാൻ എന്തായാലും ഒരു മീറ്റിന് വന്നേക്കുവാണ്. ബെൻസ് മീറ്റ് എന്നാണ് അവന്മാർ പറഞ്ഞേക്കണം. ഞാൻ ഇപ്പം നവാബിൻ്റെ വണ്ടിയിലാണുള്ള. അവ അങ്ങോട്ട് വച്ച് പിടിക്കട്ടെ ഗൈസ്. ലപ്പു ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ച് പിടിച്ചിട്ടേക്കണം, അത് കുഴപ്പമില്ല. ഞാൻ വന്ന ഒരെണ്ണം ഏതായാലും വണ്ടി എടുത്തോണ്ട് വന്നേക്കണം. അപ്പം എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ബ്രോ കാർ സെല്ലാണോ പ്ലേസ്? ഓക്കെ വരാം. ഫാൻ ബ്രോ താങ്ക്സ് ബ്രോ താങ്ക്സ്. എടാ നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാത്ത വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കില്ലടാ ഗൈസ്. നമ്മൾ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയാലേ പിന്നെ അതിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും. നമ്മൾ ലൈവ് ഇഷ്ടപ്പെട്ട് പറഞ്ഞതല്ലാതെ ഗിഫ്റ്റിന് വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങിയത് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ലൈവ് ഗിഫ്റ്റ് ഗീവ് അവേ അങ്ങനെ ഒന്നും നമ്മൾ ലൈവിൽ കൊടുക്കാത്ത. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ വിഷമമായിട്ട് വിചാരിക്കില്ലേ ഗൈസ്. ബ്രോ എനിക്ക് വരണം, എങ്ങനെ വരിക? എടാ ഞാൻ തന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ID അടിച്ചാണ് കയറിയതടാ. അത് നീ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഞാൻ കയറിയ ടൈമിൽ അടിച്ച ID ഫ്രണ്ടാക്കിയാണ് നീ വരാൻ നോക്കട്ടെ. അങ്ങനെയായിട്ടാണ് ഞാൻ വന്നത്. ബാറ്റ്മാൻ മുത്തേ വന്ന എന്തായാലും ഹായ് ബ്രദർ, ഹായ്. എടാ നമ്മുടെ ഗോതം സിറ്റിയുടെ സംരക്ഷകൻ വരെ നമ്മളെ ലൈവ് വന്നിട്ടുണ്ട്. ഓക്കെ കാര്യം പറയാലോ മുത്തേ, ഇനി സീനാവും. പ്രോ ജി ടി ഞാൻ നവാബിൻ്റെ ബ്രോ റെഡ് ഫോക്സ് എവിടെയാടാ? ഞാൻ TMZ ഡ്രാഗൺ ഞാൻ വന്നു. റെഡ് ഫോക്സ് ബ്രോ. ഓക്കെ ബ്രദർ. ഓക്കെ പാസ്വേഡ് എന്താടാ? പാസ്വേഡൊന്നും എനിക്ക് കാണിച്ചില്ലടാ. വൈബേ താങ്ക് യു. വെൽക്കം ബ്രദർ, വെൽക്കം. മിന്നൽ മുരളി അവനല്ലേ നിൽക്കണ? യോ ഞാൻ കാർ സെല്ലുണ്ടെന്നാ. ഓക്കെ എടാ ഇവൻ്റെ വണ്ടി കൊള്ളാമല്ലേടാ മുത്തി. നമ്മളൊരു മീറ്റിന് എനിക്ക് വേണം ബെസ്റ്റ് മീറ്റ് അല്ലാതെ വേറൊരു മീറ്റിന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ അപ്പോൾ കൊണ്ടല്ല അപ്പോൾ ഞാൻ എത്തി. ഞാൻ കാർ സെല്ലിൻ്റെ അവിടെ ഉണ്ട്. ഓക്കെ എടാ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കിയത്. എടാ ഇവന്മാരാണ് ഈ മീറ്റപ്പ് നടത്തണ. ഹായ് റെഡ് ഫോക്സ് സാർ വെൽക്കം എന്നാ. എടാ പിന്നെ റൂമിൻ്റെ ഓണർ ഞാൻ അല്ല കേട്ടോ, അത് ആദ്യമേ പറയാം. റൂമിൻ്റെ ഓണർ ഞാൻ അല്ല, യുവമാരാണ് ഓണർ. അപ്പോൾ എൻ്റെ അടുത്ത് പറയല്ലേ മുത്തേ, യുവമാരാണ് ഇത് നടത്തണത്, മീറ്റപ്പ് നടത്തണത്. ഞാൻ ഇതിൽ വന്ന കാണാൻ വന്ന ഒരാൾ മാത്രമാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് എല്ലാ വണ്ടിയും റിയാക്ട് ചെയ്യാം. യുവമാർ ബെൻസ് മീറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബെൻസ് തപ്പി അതിൻ്റെ അകത്ത് കുറേ നേരം സമയം കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉള്ള വണ്ടി എടുത്തുകൊണ്ട് അവസാനം വന്ന്. മനസ്സിലായി? അങ്ങനെ വന്നാൽ മതിയായിരുന്നു. അവർ ഒരു 5 മിനിറ്റ് പോയി. കുഴപ്പമില്ല. KLEO എല്ലാവരും ബെൻസ് കാർ എടുത്ത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞു. ഓക്കെ ആൾ ബെൻസ് പാർക്ക് ചെയ്യാറ്. എടാ ബെൻസ് എല്ലാം ഇങ്ങോട്ട് കേട്ടോ, ബാക്കി വണ്ടി എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റിയിടാം നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊരു ബെൻസ് മീറ്റപ്പിന് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല. അതിനേക്കാളും വലിയ മോശമായിട്ടുള്ള പരിപാടി എന്തായാലും ഇത്രയും ബെൻസ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റൂല. പാസ്വേഡ് ഇല്ല കേട്ടോ, പാസ്വേഡ് ഇല്ല. വൈബേ കയറി വാ. നവാബെ മുത്തനി അവസാനം എത്തിച്ചെന്നെ. അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളത്ര കാറിൻ്റെ കാര്യം അറിഞ്ഞൂറാ കായ്, സത്യം പറയാല്ല. മറ്റേ ലവനൊക്കെ നല്ല അറിവാണ്. മറ്റേ ലവൻ ജാക്ക് ചേട്ടൻ എന്ന് പറഞ്ഞ എടുത്തോണ്ടാ. ഇതിൽ വന്നതല്ല, എൻ്റെ നൻപ് എടുത്തേ. അയ്യോ എൻ്റെ പേര് വിട്ടില്ല. ഒറിജിനൽ പേരല്ല, മറ്റേ ഇതിൽ ഗെയിമിൻ്റെ പേരുണ്ടായിരുന്നു. സോറോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളുണ്ട്. നമ്മൾ ഈ ലൈവ് വന്നിട്ടില്ല. എൻ്റെ ഒരു നൻപുണ്ട്, അവനെ കാറിൻ്റെ കാര്യം നന്നപോലെ അറിയാം.
ഞാൻ അങ്ങനെ കാറിൻ്റെ കാര്യം അത്ര ഫോളോ ചെയ്യണ ആളില്ല. പക്ഷെ എന്താണ് നമ്മളതിൽ എല്ലാ കാറും ഉണ്ട്, അതാണ് വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിൽ. റെഡ് ബോക്സ് ബ്രോ പറ മുത്തേ, പറഞ്ഞു ബ്രോ എനിക്ക് 100 ലൈവ് കൊടുക്കാറില്ലടാ. റെഡ് ബോക്സ് ബ്രോ പറ. നിനക്ക് നമുക്ക് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സാർ റെഡ് ഫോക്സ് വെൽക്കം സാറിനാ മുത്തേ, താങ്ക് യു മുത്തേ. എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ ടാങ്ക്സ് ഉണ്ടാ മുത്തേ. എടാ ഞാൻ എന്തായാലും ഒരു വ്യൂ പറഞ്ഞ രീതി വന്നു കേട്ടാ മുത്തേ, മനസ്സിലായില്ലേ? എടാ അവന്മാർ ചിലപ്പോൾ അവന്മാരെ യൂട്യൂബ് ചാനൽ ഇടാനായിരിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൂനെ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ കാണും. മുത്തേ നീ ഇട്ടോ കേട്ടോ എടുത്ത്, അത് തന്നെ ഒരു യൂട്യൂബർ മീറ്റപ്പിന് ഒന്ന് പറഞ്ഞ് നിന്നെ കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഇട്ടോ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ തൽക്കാലത്തേക്ക് കോപ്പറേറ്റ് ഒന്നും തരണില്ല. ഇനി യൂട്യൂബ് വല്ല കണ്ടുപിടിച്ച് കോപ്പറേറ്റ് വന്നാൽ എന്നെ പറയില്ലേ മുത്ത്, ഞാനായിട്ട് എനിക്ക് തരൂല, അത്രേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ആളായത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോപ്പറേറ്റ് കൊടുക്കും, മനസ്സിലായില്ലേ? അനുവാദമില്ല കൊടുത്താൽ അങ്ങനെ അനുവാദമില്ല എടുത്ത് നമ്മളെ കണ്ടന്റ് എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ കൊടുക്കും. നമുക്ക് അറിയാവുന്ന പയ്യന്മാർക്ക് നമ്മളങ്ങനെ കൊടുക്കൂല. ലോക വന്നു എടാ ഞാൻ ബസ്സൊക്കെ കണ്ടാ മുത്ത്, എത്ര പേരല്ലേ നിൽക്കണ. എടാ എല്ലാവരും സാർ ബിഗ് ഫാൻ എന്നാ. എടാ ഈ TMS ഇട്ട് കില്ലറിൻ്റെ അടുത്ത് കാറെന്നും പറഞ്ഞ് ബ്രയാൻ FBI. ഓ ബ്രയാനും വന്നു മുത്തേ, ബ്രയാനൊക്കെ വന്നല്ലേ, താങ്ക് യു ബ്രദർ വന്നതിന്. ഞാൻ തന്നെ മീറ്റപ്പിന് വന്ന്. ആ പരുന്തുവാസവും മുത്തേ നീ വന്നല്ലേ അന്ന് KL ബോയുടെ റൂമിൽ പോയതിനു ശേഷം നിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എടാ ഞാനല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരേണ്ട. താങ്ക് യു ബ്രദർ, ഞാനൊരു മീറ്റപ്പിന് വേണ്ടി നിങ്ങൾക്ക് തരാമായിരുന്നു. പക്ഷേ താങ്ക് യു മുത്തേ. എല്ലാ വണ്ടിയും നോക്കട്ടെ. എടാ എത്ര പേരുടെ എനിക്ക് പൈസ അയക്കണം? വേണ്ടടാ ഗായ്സ്, മതി. എടാ എത്തി വണ്ടിയെല്ലാം ഒതുക്കിയിടാ ഗായ്സ്. മീറ്റല്ലേ എല്ലാരും വണ്ടി ഒതുക്കി WI ഇട്ട് ഗായ്സ്. എല്ലാവരും വണ്ടി നല്ല രീതിയിൽ ഇട്ടാ. ഇവിടെ കേട്ടോ ഓരോ വണ്ടിയുടെ മുകളിൽ ഓരോ വണ്ടിയൊക്കെ എടുത്തിട്ടാലേ അതൊക്കെ ഇട്ടാൽ കാണുമ്പോൾ ഒട്ട അടിക്കില്ലേ ഗായ്സ്. മുത്ത് നിങ്ങൾ വണ്ടി ഉണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്ന് വെച്ചാൽ ചേർത്ത് സെറ്റായിട്ട് ഇടുക കേട്ടോ. നമ്മളൊരു മീറ്റ് വന്നിട്ട് റെഡ് ബോക്സ് ഞാനൊരു പാട്ട് പാടാമെന്നാ. എനിക്കൊരു കാർ തരാം. മിന്നൽ മുള്ളി. എടാ എല്ലാവരും എന്താ കാർ വയ്ക്കണം എൻ്റെ അടുത്ത്? അതന്നെ നീറ്റായിട്ട് ചെയ്യണത് തന്നെയാണ്. നമ്മളുടെ മീറ്റ് കുളവാക്കാൻ പാടുണ്ടാകും മുത്തേ, ഒരിക്കലും ഇല്ല. റെഡ് ബോക്സ് പറയാം എൻ്റെ വണ്ടി ഞാൻ ഒരു പാട്ട് പാടാം. GT ഓക്കേടാ GT ശേഷം നമുക്കൊരു മീറ്റ് ചെയ്ത് പോകണം കേട്ടോ. നമുക്കൊരു ബെസ്റ്റ് ട്രിപ്പ് അടിക്കാം ഇതിന് ശേഷം. നീയും കൂടെ കൊള്ളയില്ല, നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ നല്ല ഇതാണ്. ഒരു മീറ്റല്ല ട്രിപ്പ്, അത് തന്നെ ട്രിപ്പ് അടിക്കാം. എടാ ഞാൻ എടുത്തുകൊണ്ട് വന്ന കാറ് മീറ്റിനുള്ള കാറല്ല കേട്ടോ. ഞാൻ കൈ കിട്ടിയൊരു കാർ എടുത്തുകൊണ്ടാണ് ഈ റൂമിലോട്ട് കയറുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഞാൻ എടുത്ത കാറൊന്നും അല്ല കൊണ്ടുവരേണ്ട, അവന്മാർ പറഞ്ഞ കാറും കൊണ്ടാണ് വരേണ്ട ഗൈസ്. ഓക്കെ. ഹായ് റെഡ് ബോക്സ് ബ്രോ. എന്നെ എന്താടാ മിന്നൽ മുള്ളിയല്ലേ എല്ലാവരും നല്ല രീതിയിൽ പാർക്ക് ചെയ്യും. അത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പാർക്ക് ചെയ്യും ഗൈസ്. ഹായ് KL അച്ചു. ഓക്കെ അച്ചു. ദൂരം ചാറ്റ് പറഞ്ഞത് പൊന്നാ പൊന്നോ. ആ പരുന്തൊക്കെ കൂടെ ഉണ്ടല്ലോ ബ്രദർ. താങ്ക് യു പരുന്തേ മുത്തേ, വേണ്ടായിരുന്നു. താങ്ക്സ്, ഹാപ്പി ആക്കി മുത്തേ. എന്തോടാ എനിക്ക് സത്യം പറഞ്ഞില്ല, ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാം ഇത് മനസ്സിലായില്ലേ? എത്ര പേരുടെ നമുക്ക് ഒരു സമയത്ത് ഇങ്ങനെ ചാറ്റൊക്കെ അയച്ചുകൊണ്ടിരിക്കണം. നമ്മളെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? മനുഷ്യനല്ലേ മുത്തേ. നമ്മൾ മറ്റേ എന്തിനാ സിനിമയിലെ ചിറ്റി റോബോട്ടൊന്നും അല്ലല്ലോ മുത്തേ. ഒരു സമയത്ത് 10,000 കണക്കിന് കാര്യങ്ങളൊക്കെ മറ്റേ ഇങ്ങനെ ആക്കി റിപ്ലൈ കൊടുക്കാനൊക്കെ ചിലതൊക്കെ മിസ്സായി പോകും ഗായ്സ്. എന്നാലും സന്തോഷം ഉണ്ടാ ഗായ്സ്, നിങ്ങളെ എല്ലാവരും എന്നെ കാണാനായിട്ടാണെങ്കിൽ ഇങ്ങനെ വന്നില്ലേ, സന്തോഷം. ബെൻസ് മീറ്റപ്പ്. അവിടെ ബെൻസ് മീറ്റപ്പ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് എല്ലാവരും ബെൻസ് കൊണ്ടുവരാൻ നോക്ക്. എന്തായാലും ഞാൻ കാണാൻ വന്ന ഒരാൾ മാത്രമാണ്. യോമാരാണ് നടത്തുന്നത്. KL അപ്പുവും പിന്നെ മിന്നൽ മുരളി ഉണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പുവാണ് എൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞത്. നവാബും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞ പോലെ കേൾക്കൂ ഗൈസ്. അപ്പോൾ അലുമ്പാക്കായിരിക്കും ഗൈസ്. എല്ലാവരും നല്ല W ഫൺ മോഡ് ഓണാക്കി ഒരു ഗൈസ്, ലൊട്ടത്തരം ഓഫാക്കൂ ഗൈസ്. അങ്ങനെ പറഞ്ഞല്ല. എന്തായാലും KL അപ്പു ഹാപ്പി ബർത്ത്ഡേ. അപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നാ അപ്പു? അയ്യോ അടിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ തരും. ബ്രോ ഞാൻ ലൈവ് കാണുന്നു മിന്നൽ മുരളി. ഓക്കെ മുരളി. ഓക്കെ താങ്ക് യു ലൈവ് കാണാൻ സന്തോഷം. പുഷപ്പ് അത്
ഇപ്പോഴല്ല. പുഷപ്പ് ചലഞ്ച് നല്ല കുറേ അധികം പേരൊക്കെ ഒറ്റ ഗ്യാങ്ങായിട്ട് വന്നിട്ട് പോകണേണ് നല്ല ഗൈസ്. അതാണ് അത്. നൈറ്റൊക്കെ ഞാൻ പറയാം, ടൈം പറയാനല്ല, ഒരു ദിവസം ഞാൻ ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ചാർജൊക്കെ കയറ്റി അങ്ങനെ മുന്നേ പ്ലാൻ ചെയ്ത് വരും. അത് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ്. അപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നാ ഗൈസ്? എല്ലാവരും വന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൂ നിൻ്റെ ബർത്ത്ഡേ ആണ്, അത് പറയടാ. അപ്പൂ ബർത്ത്ഡേ ആണോ നമുക്ക് നിൻ്റെ? എടാ പറഞ്ഞില്ല. എടാ ഞാൻ എങ്ങനെ അറിയാം ഗൈസ്? നിങ്ങൾ എടാ അപ്പൂ എനിക്ക് എന്തെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഗൈസ്. എൻ്റെ പണി. എടാ ബർത്ത്ഡേ ആയിരുന്നു ഏട്ടാ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ മൊത്തേ? അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലടാ. പക്ഷേ കൺഫേം കൊടുത്താൽ പോലെ ഈ ബട്ട അനങ്ങാണില്ല. ഇത് എന്ത് ബട്ടാണിത്? 1 10 100 1000 10000 ലക്ഷം വണ്ടിയുടെ കൺഫേം ഞാൻ ഞെക്കണ്ടാ. പോണില്ലടാ. ക്യാൻസൽ ഞെക്കുമ്പോൾ ആവുന്നുണ്ട്. റെഡ് ബോക്സ് ബ്രോ പ്ലീസ് എനിക്കൊരു ഇതരുന്ന് 1 2 എടാ പോ മുത്ത. ഇതിനിടെ നിനക്ക് വണ്ടി വിറ്റോളാം അല്ലേ? വന്നേക്കണോ?